ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കട്ടൻ ചായയുടെ റെസിപ്പിയാണ്. സാധാരണ കട്ടൻ ചായയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ടൻ ചായ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതുമാണ്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെറുതായിട്ട് ചതച്ചെടുക്കുകയോ ചെയ്യാം. പിന്നെ 3 ഗ്രാമ്പൂവും 1 ഏലക്കയും പിന്നെ ഒരു ചെറിയ പീസ് പട്ടയുമാണ് വേണ്ടത്. ഇനി കട്ടൻ ചായ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 3 കപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഇനി നമ്മുടെ ക്യാരറ്റും ഇഞ്ചിയും ബാക്കി സ്പൈസസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം വെക്കുന്നതിനൊപ്പം തന്നെ ഇതും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നല്ല തിള വരുന്നത് വരെ തന്നെ തിളപ്പിക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് നേരത്തേക്ക് തീ കുറച്ച് ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം ഒന്നുകൂടി തിളപ്പിക്കുക. നമ്മുടെ ഇഞ്ചിയും സ്പൈസസും ഒക്കെ ഈ വെള്ളത്തിൽ നന്നായിട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിമ്മിലിട്ട് ചൂടാക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചായപ്പൊടി ചേർത്ത് കഴിഞ്ഞാലുടൻ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ചായപ്പൊടി ഇട്ടതിന് ശേഷം അധികം നേരം തിളപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പനം ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര കയ്യിലില്ലാത്തവർ പഞ്ചസാര തന്നെ ചേർക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ഫൈനലായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു നാരങ്ങയുടെ ഇലയാണ്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഇപ്പോൾ നാരകത്തിൻ്റെ ഇല കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ നാരങ്ങ പിഴിഞ്ഞതും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ നാരകത്തിൻ്റെ ഇല ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക മണം ഉണ്ടാവും. അപ്പോൾ നാരങ്ങ നീര് ചേർത്താലും മതിയാവും. അതുപോലെ നമ്മൾ ഈ കട്ടൻ ചായയിൽ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ ചേർത്ത സ്പൈസസ് ഒക്കെ വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം. ഇത് ചൂടോടെ തന്നെ കുടിക്കണം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.